സോ യെസ്, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് ഇതേ എടുത്തു. ഫൈനൽ എക്സാം ഇതേ ജസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നമ്മുടെ മുന്നിലുണ്ട്. ഇനിയും നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും നിങ്ങൾ ഫോണും നോക്കി ടി വിയും നോക്കി നിങ്ങളുടെ ഗെയിമും കളിച്ച് സ്കൂളിലും പോകുന്നില്ല, ഒരു വർഷം പഠിക്കുന്നുമില്ല, ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ അന്ന് ഇതേപോലെ നടക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിക്കോ. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, ഞാൻ ഒന്നും കൂടെ നോക്കിയിരുന്നെങ്കിൽ, റിഗ്രറ്റോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു സമാധാനമില്ലാതെ നിങ്ങൾ നടക്കുന്നൊരു ദിവസത്തിലേക്കാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ മുന്നിൽ ഇനി സമയമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയായിരുന്നു, മക്കളെ ഇനിയെങ്കിലും പഠിക്കുക. ഇനി എൻ്റെ അടുത്ത് നിങ്ങൾ അത് കേൾക്കില്ല. കാരണം ദിസ് ഇസ് മൈ ലാസ്റ്റ് വേർഡ്. നിങ്ങൾക്കുള്ള അവസാനത്തെ ചാൻസ് ആണിത്. നിങ്ങളുടെ മുന്നിൽ ഇനി ദിവസങ്ങളില്ല, ഇനി നിങ്ങൾക്കൊരു ചാൻസ് ഇല്ല. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾ ഈ സമയത്തെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് ഡേ നമ്മൾ കരയുന്ന ദിവസമായിരിക്കും, നമ്മൾക്ക് ഒരു സമാധാനം ഇല്ലാത്ത ദിവസമായിരിക്കും, നമ്മളുടെ പേരൻസ് മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നൊരു ദിവസമായിരിക്കും, നിങ്ങൾ നെഞ്ചു വിരിച്ച് പോകേണ്ടിയിരുന്നിടത്ത് ഇങ്ങനെ ചൂളി ഇരിക്കുന്നൊരു ദിവസത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ റിസൾട്ട് ഡേ നിങ്ങൾ ചിരിക്കണോ കരയണോ വേണ്ടേ നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസങ്ങളാണത്. ഇപ്പോഴും നിങ്ങൾക്കൊരു ബോധവും വന്നിട്ടില്ല, യാതൊരു ദിവസം പഠിക്കുന്നില്ല, ഒരു ദിവസം നമ്മുടെ റിസൾട്ടിന് വേണ്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മക്കളെ, നിങ്ങളുടെ റിസൾട്ട് ഡേയിൽ മറ്റുള്ളവർ ലഡുവും പിന്നെ കാര്യങ്ങളും കൊടുത്ത് ചിരിച്ചും കളിച്ചും നടക്കുന്ന സമയത്ത് നമ്മളൊരു മൂലക്കിരുന്ന് കരയേണ്ടി വരും. ആ കരച്ചിൽ ആരും കാണാണ്ട് അടക്കി പിടിക്കേണ്ടി വരും. ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ സിലബസിനെ പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് നിങ്ങൾ കണ്ണാടി നോക്കിയാൽ കാണുന്നത് എന്താണോ അത് മാത്രമേ നിങ്ങളുടെ മുന്നിലുണ്ടാവുള്ളൂ. നോ വൺ എൽസ്. എല്ലാവരും അവർ ശരിയായിരുന്നു എന്ന് അവർ പ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹേറ്റേഴ്സ് ഉണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് എന്താ, നിന്നെ കൊണ്ടൊന്നും നടക്കൂല, നീയൊന്നും പണിയെടുക്കണ്ട, നീയൊന്നും പഠിക്കണ്ട. അവർ ശരിയായിരുന്നു എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹേറ്റേഴ്സ് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, പക്ഷെ ഇനി എനിക്കിത് പറയാൻ പറ്റില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ പഠനത്തിലേക്ക്, നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കാൻ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസം. നമ്മൾ ആ ദിവസം റിഗ്രറ്റ് അടിച്ച് കരയേണ്ടി വരും. കാരണം ഇപ്പം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സത്യമാണ്. ഇപ്പം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂമ്പ് കണക്കിന് ചാപ്റ്റേഴ്സ് ഉണ്ട്, കണക്കിന് ചാപ്റ്റേഴ്സ്, മല കണക്കിന് ചാപ്റ്റേഴ്സ്, സിലബസ് വലിയ സിലബസാണ്. ഇതെല്ലാം നമുക്ക് പഠിച്ചു തീർക്കണം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, അത്രയ്ക്ക് നമ്മൾ ഉറക്കമൊഴിച്ച് വർക്ക് ചെയ്യേണ്ടി വരും, അത്രയ്ക്ക് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. ശരിയാണ്, ദിസ് ഈസ് ഹാർഡ്, ദിസ് വിൽ ബി പെയിൻഫുൾ. നിങ്ങൾക്ക് വളരെ വേദനയേറിയ, വളരെ സങ്കടമുള്ള, വളരെ കഷ്ടപ്പാടുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇനി കിടക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുക, ഈ ഒരു പെയിന് സഫർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ദിവസത്തിൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. ഈ ഒരു ദിവസം, ഈ ഒരു പെയിൻ ഇസ് ഹാർഡ്, പക്ഷേ റിസൾട്ട് വിൽ ബി ഹാപ്പിയർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോൾ പണിയെടുക്കുന്നത് നിങ്ങളുടെ റിസൾട്ട് ഡേക്ക് വേണ്ടിയാണ്. ഇനി ആകെ കുറച്ച് ദിവസമല്ലേ നമ്മളുടെ മുന്നിലുള്ളൂ. ഇനിയെങ്കിലും കുറച്ച് ഫോക്കസ് ചെയ്ത്, കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് മര്യാദയ്ക്ക് എക്സാം ഹാളിൽ കോൺഫിഡൻറ്റോടെ എക്സാം എഴുതി ഇറങ്ങുന്നൊരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇത്രയും കാലം നമുക്കിത് പറ്റിയിട്ടില്ല. ഇനി നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും അവസാനത്തെ ചാൻസ് ആണത്. എക്സാം ഹാളിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കയറുന്നു, കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, എല്ലാ ആൻസേഴ്സും എഴുതുന്നു, തിരിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നു. റിസൾട്ട് ഡേറ്റിൻ്റെ അന്നേക്ക് നമ്മൾ വളരെ സമാധാനപരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടില്ലേ? ഈ കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ പുറത്തുണ്ട്. അവരുടെ റിസൾട്ടിന് വേണ്ടി, അവരുടെ കരിയറിന് വേണ്ടി, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും മാറ്റി വെച്ചിട്ട് മറ്റുള്ള കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിച്ചും ചിരിച്ചും നടക്കുന്ന സമയത്ത് വളരെ ഹാർഡായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട്. അവരവരുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് അവരുടെ എൻ്റർടൈൻമെൻറ്റുകളെല്ലാം മാറ്റി വെച്ചതാണ്. നമ്മൾ ഇതിനെയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ത്, നമ്മുടെ റിസൾട്ട് അടിപൊളിയാവും എന്നുള്ളത്. എവിടെയെങ്കിലും കിട്ടുമോ? ഈ ടോപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ജന്മനാ കിട്ടുന്ന എന്തോ സംഭവം, അല്ലെങ്കിൽ അവർക്ക് മാത്രം കിട്ടിയ എന്തോ പ്രത്യേക കഴിവൊന്നുമല്ല. നമ്മൾക്ക് കിട്ടുന്ന അതേ 24 മണിക്കൂറാണ് ഈ ടോപ്പേഴ്സിന് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന അതേ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഈ വരുന്ന ടോപ്പേഴ്സിന് കിട്ടുന്നത്. നമ്മൾക്കുള്ള അതേ സിലബസ് തന്നെയാണ് അവരും പഠിക്കുന്നത്. പക്ഷെ അവരവരുടെ സമയം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. നമ്മളുടെ സമയത്ത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്ത് മാത്രം നടക്കുന്നു. പ്ലീസ്, ഇനിയെങ്കിലും ഞാൻ വേണേൽ കൈകൂപ്പി നിങ്ങളടുത്ത് പറയാം, ഇത് ഈ കേരളത്തിലെ മക്കൾ ജസ്റ്റ് പഠിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് എനിക്കിതിൽ ഒരു ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ള ഒരുപാട് പേർക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ നിങ്ങൾ പരിശ്രമിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് കിട്ടാതിരിക്കരുത്.
കാരണം അതിന് റിഗ്രറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഭാവിയിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഇല്ലാതിരിക്കണം എന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളടുത്ത് ഇങ്ങനെയും എനിക്ക് സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് അത് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മുടെ ബാച്ച് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ബാച്ചിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഓരോ ചാപ്റ്റർ ഓരോ മണിക്കൂർ വെച്ചിട്ട് വൺ ഷോട്ടുകളായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് നമ്മുടെ ആപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് പഠിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ പബ്ലിക് ലൈവുകൾ കൊടുക്കുന്നുണ്ട്, മാരത്തോൺ, ചാപ്റ്റർ മാരത്തോൺസ്. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടില്ല എന്നേ ഉള്ളൂ. ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ലൈവുകൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പബ്ലിക് ലൈവ്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും അവിടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ലൈവ് എടുത്തുകൊണ്ടിരിക്കുക. സോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നത് ഇവിടെ കേരളത്തിലുള്ള കുട്ടികൾ അവർ പരിശ്രമിക്കാത്തതിൻ്റെ പേരിൽ, അവർ പണിയെടുക്കാത്തതിൻ്റെ പേരിൽ, അവർക്ക് അറിയാത്തതിൻ്റെ പേരിൽ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള A+കളും മാർക്കുകളും കിട്ടാണ്ടായി പോരുത് എന്നുള്ളതുകൊണ്ടാണ്. സോ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിനൊരു തിരിച്ചൊരു 1% നിങ്ങൾ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ A+ ഒക്കെ ഇങ്ങനെ താനെ ഓടിച്ചാടി വരും. ഒന്നാലോചിച്ച് നോക്കിക്കുക, ആ റിസൾട്ട് വരുന്ന ദിവസം നമ്മളുടെ ആ റിസൾട്ട് ബോക്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴുള്ള ഇടി ഉണ്ടല്ലോ, ഹൃദയത്തിൽ നിന്നുള്ള ഇടി, ആ ഇടി എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന പണിക്കനുസരിച്ചിരിക്കും. സോ പ്ലീസ് വർക്ക് ഹാർഡ്, പ്ലീസ് വർക്ക് ഫോർ യുവർ ഫ്യൂച്ചർ.